വെൽക്കം ടു മാർക്കറ്റ് ഹണ്ടർ. ഒരു മാസത്തിനു മേലെ തുടർച്ചയായ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കനത്ത സെല്ലിങ്ങിന് ശേഷം നവംബർ 25 മുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നെറ്റ് ബയേഴ്സ് ആയി എന്നുള്ളത് മാർക്കറ്റിന് ആശ്വസിക്കാം. നവംബർ 25 മാത്രം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്തത് 9,947 കോടി രൂപയുടെയാണ്. നവംബർ 26 1,157 കോടി രൂപയുടെയും ബൈ ചെയ്തു. കഴിഞ്ഞ മാസം തന്നെ 1,00,000 കോടിയിലധികം സെൽ നടത്തിയ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോൾ ബൈയിങ് ആയി എന്നുള്ളതാണ് ഏറെ ആശ്വാസകരം. ഇന്ത്യൻ മാർക്കറ്റിലെ ഓവർ വാലുവേഷനും ചൈനീസ് മാർക്കറ്റിൽ ലഭിച്ച ഡിസ്കൗണ്ട് പ്രൈസുമാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഇന്ത്യയിൽ നിന്ന് ചൈനീസ് മാർക്കറ്റിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള കാരണം. മഹാരാഷ്ട്ര ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ മുതൽ BJPക്ക് ഭൂരിപക്ഷം ലഭിച്ചതോടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇന്ത്യൻ മാർക്കറ്റിലുള്ള സ്ഥിരത മനസ്സിലാവുകയും അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു വരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഓരോ സെല്ലിങ്ങിലും നമ്മുടെ മാർക്കറ്റിനെ പിടിച്ചു നിർത്തിയത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഈ മാസം തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 29,842 കോടി രൂപയുടെ സെൽ നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 7,000 കോടിക്ക് മുകളിൽ ആണ് സെൽ നടത്തിയത്. ഇവരുടെ പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമാണിത് എന്ന് നമുക്ക് ആശ്വസിക്കാം. എന്തായാലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടെ തിരിച്ചു വന്നാൽ നമ്മുടെ മാർക്കറ്റിന്റെ പ്രൗഢി തിരിച്ചു കിട്ടുമെന്നും കൺസിസ്റ്റന്റ് ആയ വളർച്ച ഇന്ത്യൻ മാർക്കറ്റിന് ഉണ്ടാവുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.